ത്രിയേക ദൈവത്തിന് സ്തുതി. പെരുന്നാളുകളുടെ പെരുന്നാൾ എന്നറിയപ്പെടുന്ന മശിഹായുടെ ഉയർപ്പ് പെരുന്നാളിന് വിശ്വാസികളെ ഒരുക്കുന്ന നോമ്പാണ് അൻപോ നോമ്പ്. ജീവിതം പുതുക്കിപ്പണിയുന്നതിനുള്ള സുന്ദര നിമിഷം. ഹെറോൾഡ് ജെ എല്ലൻസിൻ്റെ മനോഹരമായ ഒരു പുസ്തകമാണ് എ ഡേഞ്ചറസ് റിപ്പോർട്ട്. അതിൽ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് തന്നെ ക്രിസ്ത്യാനിയാക്കി രൂപപ്പെടുത്തിയത്. കാരണം കർത്താവിൻ്റെ ഉയർപ്പ് സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനവും, ഭയപ്പെട്ടിരുന്നവർക്ക് ധൈര്യവും, ദുഃഖിതർക്ക് സന്തോഷവും, ആശയറ്റവർക്ക് പ്രത്യാശയും പ്രദാനം ചെയ്തു. അത് ശിഷ്യഗണത്തിന് ദൈവവചനം കരങ്ങളിലേന്തി ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നതിന് പ്രചോദനമായി. അതാണ് തന്നെയും ഒരു പുതു സൃഷ്ടിയായി രൂപപ്പെടുത്തിയത് എന്ന് സാക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്തുവിൽ പുതു സൃഷ്ടി എന്നതാണ്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 14 മുതൽ 21 വരെയും, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 21 വരെയും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുമുള്ള വാക്യങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ് നോമ്പ്. ഇസ്ലാം മതത്തിൽ റംസാൻ, ഹിന്ദു മതത്തിലും ധാരാളം വ്രതങ്ങളുണ്ട്. മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഉപവസിക്കുന്നു. നീലത്തിമിംഗലം തണുപ്പ് കാലത്ത് ഭൂമധ്യരേഖയിലേക്ക് താമസം മാറ്റും. അവിടെ 6 മാസത്തേക്ക് ഭക്ഷണം കഴിക്കുകയില്ല. ധ്രുവപ്രദേശത്ത് മാത്രമാണ് നീലത്തിമിംഗലം ഭക്ഷണം കഴിക്കുക. ദേശാടന പക്ഷികൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം ഭക്ഷണമില്ലാതെ ദിവസങ്ങൾ പറന്നാണ് അടുത്ത സ്ഥലത്ത് എത്തുന്നത്. പല പക്ഷികളും മുട്ടയുടെ മേൽ അടയിരിക്കുമ്പോൾ ഭക്ഷിക്കാറില്ല. ശിശിരമാസം ഇലപൊഴിക്കുന്ന മരങ്ങളും ഭക്ഷണം എടുക്കുന്നില്ല. അതായത് ഉപവാസവും നോമ്പും ഒരു പ്രകൃതി നിയമമാണ്. എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്? നോമ്പുകാലം ദൈവത്തിൻ്റെ അരികിൽ വസിക്കാനും പരസ്പര സ്നേഹത്തിൽ വളരാനുമുള്ള അവസരമാണ്. ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിൽ നെട്ടോട്ടമോടുന്ന മനുഷ്യന് മരുഭൂമിയിലേക്കുള്ള ഒരു പിൻവാങ്ങൽ കൂടിയാണ് നോമ്പ്. അവിടെ ദൈവത്തെ മുഖാമുഖം ദർശിച്ച് സ്വയത്തിൻ്റെ മൂടുപടം ഉരിഞ്ഞു മാറ്റണം. ജീവിതം പാപവഴിയിലൂടെയാണോ എന്ന് പരിശോധിക്കണം. നോമ്പ് ഭക്ഷണം വർജിക്കുന്നതിനപ്പുറമായി ദൈവത്തോടൊത്ത് വസിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങളാണ്. അനുതാപത്തിൻ്റെ കണ്ണീർ ഒഴുക്കി ദൈവത്തോടും സഹോദരങ്ങളോടും പ്രകൃതിയോടും രമ്യപ്പെടണം. വിദ്വേഷത്തെ സ്നേഹം കൊണ്ടും തിന്മയെ നന്മ കൊണ്ടും അഹംഭാവത്തെ വിനയം കൊണ്ടും കീഴടക്കാനുള്ള ആത്മീക ശക്തി പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും ആർജിച്ചെടുക്കുന്ന ദിനങ്ങളാണ് നോമ്പുകാലം. 2, നോമ്പുകാലം ജീവിതത്തിൽ ഒരു യു-ടേൺ എടുക്കുന്ന കാലമാണ്. പരിശോധിക്കപ്പെടാത്ത ജീവിതത്തിന് മൂല്യമില്ല. ആത്മവിമർശനത്തിന് വിധേയമാകാത്ത ജീവിതത്തിന് ഗുണമേന്മയില്ല. നാം നാവിഗേറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ റൂട്ട് മാറിപ്പോകാറുണ്ട്. അപ്പോൾ നാം യു-ടേൺ എടുത്ത് ശരിയായ വഴിയിലേക്ക് എത്തിച്ചേരും. നമ്മുടെ തിരക്കേറിയ ജീവിതയാത്രയിൽ നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിയണം. വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും മാനുഷികതയുടെ നിറം മങ്ങിയ അനുഭവങ്ങളുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് അവയെ തിരുത്തുമ്പോഴാണ് പൊതു വ്യക്തിത്വങ്ങളായി നമുക്ക് രൂപപ്പെടുവാൻ കഴിയുകയുള്ളൂ. നോമ്പ് ജീവിതത്തിൽ ഒരു യു-ടേൺ എടുക്കുന്ന കാലമാണ്. 3, നോമ്പ് കാടനിൽ നിന്നുള്ള മടക്കമാണ്.
ഇന്ന് മനുഷ്യനിൽ മൃഗീയ വാസനകൾ ഏറി വരികയാണ്. നിഷ്കരുണം മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, സമശിഷ്ടങ്ങളെ കൊന്നൊടുക്കുവാൻ മടിയില്ലാത്ത മനുഷ്യർ വർദ്ധിച്ചു വരുന്ന ഒരു കാലം. വാക്കിലൂടെയും നവമാധ്യമങ്ങളിലെ എഴുത്തിലൂടെയും വ്യക്തിഹത്യ നടത്തി സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിട്ട് മറ്റുള്ളവരെ കൊല്ലാകൊല ചെയ്യുന്ന കാലം. മനുഷ്യ മനസ്സ് മരവിച്ച് തിന്മകൾ ഏറുന്ന കാലം. മനുഷ്യൻ മൃഗമായി മാറുന്ന കാലം. തിരിച്ചറിവുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുന്ന കാലം. നോമ്പ് ഒരു ഭാരമാകുകയല്ല. നോമ്പുകാലം കാടനിൽ നിന്ന് മടങ്ങി വിമർശനത്തിലൂടെയും തിരുത്തലുകളുടെയും ഒരു പുതിയ സൃഷ്ടിയാകുന്ന നിമിഷങ്ങളാണ്. ശൗൽ ആയുധങ്ങൾ പേറിയാണ് ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനാശം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ പിന്നീട് ആയുധങ്ങൾ ഏന്തിയ അവൻ്റെ കരങ്ങൾ ദൈവവചനം വഹിക്കുന്ന കരങ്ങളായി രൂപാന്തരപ്പെടുകയാണ്. പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. സെന്റ് ഫ്രാൻസിസ് എന്ന പുസ്തകത്തിൽ മാർപ്പാപ്പയുടെ അരികിൽ സുവിശേഷ പ്രഘോഷണത്തിന് അനുവാദം ലഭിക്കുന്നതിനായി സെന്റ് ഫ്രാൻസിസ് പോകുന്ന ഒരു രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേക ചോദ്യങ്ങൾ ചോദിക്കുന്നതായി അതിൽ പറയുന്നു. ചോദ്യങ്ങൾ നീണ്ടുപോയപ്പോൾ ഫ്രാൻസിസ് മഞ്ഞുകാലം പകുതിയായപ്പോൾ ഒരു ബദാം മരം പൂ ചൂടിയ ഉപമ പറയുന്നുണ്ട്. ബദാം മരം പൂ ചൂടിയപ്പോൾ ചുറ്റും നിന്ന മരങ്ങൾക്ക് അത് ഉൾക്കൊള്ളുവാൻ പറ്റിയില്ല. എന്ത് നിഗളമാണ്, എന്ത് അഹങ്കാരമാണ്! വസന്തത്തെ ഇങ്ങനെ വിളിച്ചു വരുത്താം എന്നാണോ നിന്റെ ഭാവം എന്നൊക്കെ മറ്റു മരങ്ങൾ ആക്രോശിക്കുവാൻ തുടങ്ങി. അപ്പോൾ ബദാം മരം പറയുന്ന ഒരു മറുപടിയുണ്ട്. എൻ്റെ ഉള്ളിൽ വസന്തത്തിൻ്റെ ഒരു കുളിർക്കാറ്റ് വീശിയപ്പോൾ എനിക്ക് പൂക്കാതിരിക്കുവാൻ പറ്റിയില്ല. D.L. മൂഡി കർത്താവ് തൻ്റെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുകയാണ്, കർത്താവിനായി ഹൃദയ കവാടം തുറന്നുകൊടുത്തപ്പോൾ ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും സ്നേഹിക്കത്തക്കവണ്ണം തൻ്റെ ഹൃദയം വിശാലമായി. ഒരു പുതിയ മനുഷ്യനായി താൻ മാറ്റപ്പെട്ടു. പ്രിയരെ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ നോമ്പ് നാളുകളിൽ ക്രിസ്തു ഒരു വസന്തമായി നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ഒരു പുതിയ സൃഷ്ടിയായി ആ വസന്തത്തിൻ്റെ സുഗന്ധവും സൗന്ദര്യവും ചുറ്റുപാടുകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.